അമേരിക്കയുടെ ലോക പോലീസ് വേഷം ഇനി വിലപ്പോവില്ല. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളം തിരിച്ചുപിടിക്കാനുള്ള യുഎസിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ ഇന്ത്യയും ചൈനയും റഷ്യയും പാകിസ്ഥാനും ഒരുമിച്ച് എതിർത്തതോടെ അമേരിക്കൻ അഹന്തയ്ക്ക് ലോകം ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു. ഏകധ്രുവ ലോകം അവസാനിക്കുമ്പോൾ പുതിയ അന്താരാഷ്ട്ര രാഷ്ട്രീയം എങ്ങോട്ട് എന്ന ചോദ്യം ഉയരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കൻ ഇടപെടലുകൾ വീണ്ടും രൂക്ഷമായി വിമർശിക്കപ്പെടുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ബഗ്രാം വ്യോമതാവളം തിരിച്ചുപിടിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെ ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് എതിർത്തത് അമേരിക്കയ്ക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ബഗ്രാം വ്യോമതാവളം തിരികെ വാഷിംഗ്ടണിന് കൈമാറണമെന്ന് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വ്യോമതാവളം തിരികെ നൽകാൻ വിസമ്മതിച്ചാൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ താലിബാൻ ട്രംപിന്റെ ആവശ്യകതയും ഭീഷണിയും ഒക്കെ നിരസിക്കുകയായിരുന്നു. മോസ്കോയിൽ അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷനുകളുടെ 7ാമത് യോഗത്തിലായിരുന്നു രാജ്യങ്ങളുടെ പ്രസ്താവന. ബഗ്രാം വ്യോമതാവളം സംബന്ധിച്ച അമേരിക്കയുടെ നീക്കം ലോക നേതാവ് കളിക്കുന്നതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി അഫ്ഗാനിസ്ഥാനിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും പിന്നീട് തിടുക്കത്തിൽ പിൻവാങ്ങി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തതിൽ അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. അമേരിക്ക വീണ്ടും ഒരു താവളം അവിടെ ലക്ഷ്യമിടുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഏത് പരമാധികാരത്തെയും ചോദ്യം ചെയ്യാനുമുള്ള ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമാണ്. ബഗ്രാം വിട്ടുകൊടുക്കാൻ താലിബാൻ ഭരണകൂടം വിസമ്മതിച്ചപ്പോൾ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള യുഎസിന്റെ അവജ്ഞയാണ് തുറന്നു കാട്ടുന്നത്. സമാധാനത്തിന്റെ പേരിൽ സൈനിക താവളങ്ങൾ നിലനിർത്താനുള്ള ഇത്തരം നീക്കങ്ങൾ മേഖലയുടെ സ്ഥിരതയ്ക്ക് ദോഷകരമാണെന്ന് മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷനുകളിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഉറച്ചു പ്രഖ്യാപിച്ചു. പ്രാദേശിക സമാധാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അഫ്ഗാനിസ്ഥാനിലോ സമീപ രാജ്യങ്ങളിലോ സൈനികാടിസ്ഥാന സൗകര്യങ്ങൾ വിന്യസിക്കാനുള്ള ഏതൊരു നീക്കവും സ്വീകാര്യമല്ല എന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലപാടെടുത്തത് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. പരമ്പരാഗതമായി എതിർചേരികളിൽ നിന്നിരുന്ന രാജ്യങ്ങൾ ഒരു പൊതു ലക്ഷ്യത്തിനായി കൈകോർത്തത് അമേരിക്കൻ ആധിപത്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. യഥാർത്ഥത്തിൽ സമാധാനം പുലരണമെങ്കിൽ വിദേശ സൈനിക ഇടപെടലുകൾ പൂർണ്ണമായി അവസാനിപ്പിക്കണം. സ്വന്തം താല്പര്യങ്ങൾക്കായി ലോകരാജ്യങ്ങളെ ഉപയോഗിക്കുന്ന അമേരിക്കൻ നയങ്ങൾക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്നു എന്ന ശക്തമായ സന്ദേശമാണ് ബഗ്രാം വിഷയം നൽകുന്നത്. ലോക സമാധാനത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രഖ്യാപനങ്ങൾ വെറും കാപട്യമാണെന്ന് വിളിച്ചോതുന്നതാണ് ഈ സംഭവം. പരമാധികാര രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇനി വിലപ്പോകില്ല. പുതിയ ലോകക്രമത്തിൽ സൈനിക മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും കൂട്ടമായി ചേർക്കുമെന്ന ശക്തമായ താക്കീതാണ് ഈ രാജ്യങ്ങളുടെ ഐക്യം അമേരിക്കയ്ക്ക് നൽകുന്നത്. അമേരിക്കൻ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ലോകം ഇനി പ്രാദേശിക സ്ഥിരതയ്ക്ക് വേണ്ടി നിലകൊള്ളും. സൈനികമായി പിൻവാങ്ങുമ്പോഴും സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയം പ്രാദേശിക രാഷ്ട്രീയ സ്ഥിരതയെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. മോസ്കോ ഫോർമാറ്റിൽ സംഭവിച്ച ഈ ഐക്യദാർഢ്യം പശ്ചിമേഷ്യയിലെയും തെക്കൻ ഏഷ്യയിലെയും സംഭവ വികാസങ്ങളെ ഇനി അമേരിക്കൻ കണ്ണിലൂടെ മാത്രം കാണാൻ കഴിയില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. 20 വർഷം അഫ്ഗാനിസ്ഥാനെ സൈനിക താവളമാക്കിയ ശേഷം കൈകഴുകി പോയവർ ഇപ്പോൾ തിരികെ വരാൻ വെമ്പൽ കൊള്ളുന്നു. ബഗ്രാം എന്ന ഒറ്റ വാക്കിന്ന് ലോകരാഷ്ട്രീയത്തിലെ പുതിയ ചേരിതിരിവിന്റെ പ്രതീകമാണ്. അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെ തടഞ്ഞുകൊണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയും പാകിസ്ഥാനും ഒരേ സ്വരത്തിൽ നിലപാടെടുത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.